ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ ഇടത് സർക്കാരും വലത് സർക്കാരും മാറി മാറി ഭരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇടത് സർക്കാർ എപ്പോഴും ഭരിച്ചിട്ട് അത് അടുത്ത പ്രാവശ്യം വലത് സർക്കാർ ആകുന്ന സമയത്ത്, കോൺഗ്രസ് ആകുന്ന സമയത്ത് ഒരിക്കലും ഇടത് സർക്കാരിൻ്റെ ആശയങ്ങൾ ഇഷ്ടമില്ലാതെയോ ഒന്നും ഇടത് സർക്കാർ ഇറങ്ങേണ്ട അവസ്ഥ വരുന്നില്ല. ഇവർ 5 വർഷം ഭരിച്ചില്ലേ, നമുക്കൊന്ന് മാറ്റി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഈ ജനങ്ങളെ മാറ്റുന്നതായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ഇറങ്ങുന്ന സമയത്ത് ഫുൾ വിവാദമായിരിക്കും, കോഴ വിവാദമായിരിക്കും, അഴിമതിയായിരിക്കും, കുതികാൽ വെട്ടായിരിക്കും. അതാണ് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ സംഭവിക്കുന്ന മെയിൻ കാര്യങ്ങൾ. ഇതിന് വളരെ കുതികാൽ വെട്ടിലും അഴിമതിക്കും നമുക്ക് കൂടുതൽ കാലഘട്ടമൊന്നും പോകണ്ട. ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ വോട്ട് ചെയ്യണം. ഇത് അഴിമതിയോ കുതികാൽ വെട്ട് കൂടുതലൊന്നും ഉണ്ടാവും. സാക്ഷാൽ ഉമ്മൻചാണ്ടി സാറിനെ പോലും ഈ VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് അടക്കം അത്രയും ഉപദ്രവിച്ചിട്ടുണ്ട്. പഴയ നിങ്ങൾ ന്യൂസ് കണ്ട് അറിയാൻ പറ്റും. ഇഷ്ടം പോലെ ഇവർ തന്നെ കുറ്റം പറയണ്. സരിതൻ്റെ വിഷയത്തിൽ ഉമ്മൻചാണ്ടി സാറിനെ ഒരുപാട് ക്രൂശിച്ചത് സ്വന്തം പാർട്ടിയിലെ ആളുകൾ തന്നെയാണ്. അതായത് അടുത്ത വർഷം ഇനി ഭരണം കിട്ടുമെന്ന് വിചാരിച്ചു. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭരണം കണ്ടപ്പോൾ അടുത്ത വർഷം ഭരണം കിട്ടും, അപ്പോൾ ഇനി ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി ആവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ കളിച്ച കളിയാണ്. ആ കളിച്ച കളിയിൽ ഇവർക്ക് ഭരണം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല 10 വർഷം പുറത്ത് കൊണ്ട് ഇരിക്കേണ്ട വന്നു, ഇത്രയും കാലം വന്നു. അപ്പോൾ ഇതിൽ നമ്മൾ പിന്നെ ഇവർ അഴിമതി കാണിക്കുന്നതിൽ കുതികാൽ വെട്ടിൽ നമുക്ക് ഒരു ഉദാഹരണം അതായല്ലോ. അഴിമതി കാണിക്കലിൽ ബഹുമിടുക്കന്മാരാണെന്ന് ഇപ്പോൾ കൂടുതൽ എവിടേക്കെങ്കിലും നമ്മൾ പോണ്ട. ഇപ്പോൾ വയനാട് ദുരന്തത്തിൽ തന്നെ മനസ്സിലാക്കിയാൽ മതിയില്ല. യൂത്ത് കോൺഗ്രസ് വീട് വെച്ച് കൊടുക്കാൻ പറഞ്ഞു, അത് വെച്ച് കൊടുത്തില്ല, അത് മുക്കി. കോൺഗ്രസ് വീട് വെച്ച് കൊടുക്കാൻ 100 വീട്, ലീഗ് 100 വീട് വെച്ച് കൊടുക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കർണാടക സർക്കാർ എൻ്റെ അടുത്ത് രാഹുൽ ഗാന്ധിൻ്റെ പണ്ട് വീട് വെച്ച് കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ സതീശൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. സതീശൻ ചെയ്ത കാര്യങ്ങൾ നമ്മൾ അതിൽ കുറ്റം പറയാൻ പാടില്ല. ചെയ്തിട്ടുണ്ട്, ചെയ്ത കാര്യങ്ങൾ നിന്ന് കേട്ട് നോക്കാം. ഞങ്ങള് പ്രഖ്യാപിച്ച പല കാര്യങ്ങളും ചെയ്ത് ഇന്ന് രാഹുൽ ഗാന്ധി ഇടപെട്ട് കർണാടക ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ച 100 വീടുകളുടെ പണം കൈമാറി. ഒന്ന് ലീഗ് പ്രഖ്യാപിച്ച 100 വീടുകളുടെ സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. അപ്പൊ അതും കൊടുത്തു 200 ആയില്ലേ സ്ഥലം. അടുത്ത ആഴ്ച ഞങ്ങളുടെ രജിസ്ട്രേഷൻ ആണ് സ്ഥലത്തിന്റെ. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ 10 ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും. അപ്പൊ 300 വീടാവും. അപ്പൊ ആകെ 400 വീടേ നിർമ്മിക്കേണ്ടേ. അപ്പൊ 300 വീട് അതും ചെയ്യും. അപ്പൊ എനിക്ക് VD സതീശനോട് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ. ഇങ്ങനെ ഇതില് മാത്രം ചാനലിൽ വന്നിരുന്നിട്ട് മാത്രം പറയാൻ പറ്റില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ. ഇതൊന്നും കേൾക്കാം. ഉളുപ്പെന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയില്ല എന്ന് കരുതി കേൾക്കുന്നവരും അങ്ങനെയാണെന്ന് ധരിക്കരുത്. 30 സെക്കൻഡ് കൊണ്ട് 300 വീടുകൾ വെച്ചു കൊടുക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? അതിന് കഴിയുന്ന ഒരേ ഒരാളെ ഇന്ന് ഇന്ത്യയിലുള്ളൂ, പഠിച്ചു മാത്രം പറയുന്ന പ്രതിപക്ഷ നേതാവ്. ബാക്കിയുള്ള 400-ൽ 300-ഉം ഞങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന പ്രതിപക്ഷ നേതാവിനോട് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. 30 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ നിർമ്മിച്ച 300 വീടുകളുടെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്? നിങ്ങൾ തയ്യാറാക്കിയ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് പുറത്തുവിടാൻ ഇതാ വെല്ലുവിളിക്കുന്നു. പ്രതിപക്ഷ നേതാവ് വായുവിൽ എഴുതി കൂട്ടുന്നതല്ല യഥാർത്ഥ കണക്കുകൾ. ആ കണക്കുകൾ ഇതാ കേട്ടോളൂ. വയനാട്ടിൽ ഉയരുന്നത് 410 വീടുകൾ. ടൗൺഷിപ്പിൽ വീട് വേണ്ടെന്ന് പറഞ്ഞവർ 106 കുടുംബങ്ങൾ. ഇതിൽ 104 കുടുംബങ്ങൾക്ക് സർക്കാർ നൽകിയത് 15 ലക്ഷം രൂപ വീതം. ഇനി പറയൂ പ്രതിപക്ഷ നേതാവേ, നിങ്ങൾ ആർക്കാണ് 300 വീടുകൾ കൊടുക്കുന്നത്? ഉളുപ്പെന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയില്ല എന്ന് കരുതി കേൾക്കുന്നവരും അങ്ങനെയാണെന്ന് ധരിക്കരുത്. അടിമുടി പബ്ലിസിറ്റി സിൻഡ്രോം ബാധിച്ച VD സതീശൻ 300 വീടുകളുടെ കണക്കും പറഞ്ഞ് ഗംഗാധരൻ എന്ന കഥാപാത്രത്തിന്റെ മാതൃകയിൽ നിന്ന് നിൽപ്പുണ്ടല്ലോ. അതാണ് കോൺഗ്രസിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി. നിലം തൊടിക്കാതെ 10 വർഷം ജനങ്ങൾ മാറ്റി നിർത്തിയിട്ടും കളവും തട്ടിപ്പും വഞ്ചനയും അഴിമതിയും ലെവലേശം കുറഞ്ഞിട്ടില്ല കോൺഗ്രസിന്. അതന്നെ ഉള്ളൂ. ഇതാണ് സത്യസന്ധമായി പറഞ്ഞ ഇതാവുള്ളൂ. അതിൽ ആരാ നല്ല നേതാവുള്ളത്? ഇവരാര് മുഖ്യമന്ത്രിയാവും? എന്നിട്ടും നമ്മൾ ആലോചിക്കുന്നു, ഇവരാര് മുഖ്യമന്ത്രിയാവും? ഇവര് തമ്മിൽ തല്ലാണ്. ആ സ്റ്റേജിൽ കണ്ടിട്ട് അടി കണ്ടല്ലോ. അതുകൊണ്ട് നമ്മള് ഇനി ഇടത് സർക്കാർ 3ാമതും വരട്ടെ, ഒരു ദോഷവും ഇല്ല. എന്തായാലും ഇവരാര് വന്നാലും നമുക്കൊന്നും കിട്ടില്ല. അപ്പോൾ തമ്മിൽ ഭേദം തൊമ്മൻ. അങ്ങനെ നോക്കുമ്പോൾ ഇടത് സർക്കാരിൻ്റെ നല്ലത്. മര്യാദയ്ക്കുള്ള റോഡുണ്ടല്ലോ, മര്യാദയ്ക്കുള്ള സ്കൂളുണ്ടല്ലോ, മര്യാദയ്ക്ക് കുട്ടികൾക്ക് നല്ല നല്ല ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ, മര്യാദയ്ക്ക് കുഴപ്പമില്ലാത്ത ഹോസ്പിറ്റലുണ്ടല്ലോ. അപ്പോൾ ഇതിൽ തമ്മിൽ ഭേദം തൊമ്മൻ ഇവർ തന്നെയാണ് ഏറ്റവും നല്ലത്. ഇനി ഇവർ കോൺഗ്രസ്
ഇല്ലാതിരിക്കുന്നതാണ് കേരളത്തിന് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.